ഒരു തനി നാടൻ വിഭവമാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ കൊഴുക്കട്ട എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് 1 ഗ്ലാസ് പുഴുക്കലരി തലേ ദിവസം വൈകിട്ട് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഓവർനൈറ്റ് കുതിർത്ത് വെച്ചിരുന്നതാണ്, നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കാം. ചെറിയ ജാറായതുകൊണ്ട് 2 ബാച്ചായിട്ട് അരച്ചെടുക്കാം. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ബാക്കിയിരിക്കുന്ന അരി ഇതുപോലെ തന്നെ അരച്ചെടുക്കാം. അതൊന്ന് പൊടിഞ്ഞതിന് ശേഷം നമുക്കതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കണം. ജീരകം 1/2 ടീസ്പൂൺ ചേർത്തു. 1 മുറി തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. സെക്കൻഡ് ബാച്ചും അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തിട്ട് നമുക്കൊരു 2 ടേബിൾ സ്പൂണോളം വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വളരെ കുറച്ച് വെള്ളം ചേർത്താൽ മതിയാകും. തേങ്ങയൊക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ നല്ല മിക്സ് ആയിക്കോളും. നന്നായിട്ട് കുഴച്ചെടുക്കാം. വളരെ പ്രാചീന കാലത്തൊക്കെ തയ്യാറായിക്കൊണ്ടിരുന്നത് ഇപ്പം കുട്ടികൾക്ക് അറിയുമോ അറിയില്ല ഇങ്ങനെയുള്ള വിഭവങ്ങളൊക്കെ. അപ്പോൾ ഇതൊന്ന് തയ്യാറാക്കി നോക്കിക്കോളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നീട് നമുക്കിതൊന്ന് ഉരുളകളാക്കി മാറ്റി വയ്ക്കാം. ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ ഡിന്നറിനോ ഒക്കെ നമുക്ക് തയ്യാറാക്കാൻ നല്ലൊരു റെസിപ്പിയാണിത്. അപ്പം നമ്മൾ എല്ലാ ഉരുളകളാക്കി വെച്ചിട്ടുണ്ട്. ഇനിയൊരു ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. വെള്ളം തിളച്ച് ആവിയൊക്കെ വന്നു തുടങ്ങുമ്പോൾ നമുക്കിത് അതിലേക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ 12 മിനിറ്റൊക്കെ ഇരുന്നാൽ മതിയാകും. നന്നായിട്ട് വെന്ത് കിട്ടും. നമുക്കിനി ഇതിനായിട്ടൊരു മുളക് ചട്നി ഉണ്ടാക്കാം. ഒരു 10-12 ഉള്ളി കഷ്ണവും ഒരു 6-7 മുളകും എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ കൊഴുക്കട്ട റെഡി ആയിട്ടുണ്ട്. ഇതിന് വാങ്ങി വെച്ചിട്ടുണ്ട്. നമുക്കിനിയും ഇതിനെ കൂടെ മുളക് ചമ്മന്തി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ചീനച്ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തു. അതിനുശേഷം മുളകിട്ട് കൊടുക്കാം. കൂടുതൽ മുളക് വേണമെന്നുണ്ടെങ്കിൽ മുളകിൻ്റെ എണ്ണം കൂട്ടിയാൽ മതിയാവും. നന്നായിട്ടൊന്ന് കളറൊക്കെ മാറി വരുന്നവരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. മുളകൊക്കെ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഉള്ളി കൂടെ ചേർക്കാം. ഉള്ളിയും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. കളറൊക്കെ മാറി നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. നമുക്കിനി ഇതും തണുക്കാനായിട്ട് മുളകിൻ്റെ കൂടെ തന്നെ വയ്ക്കാം. ദോശയ്ക്കും ഇഡ്ഡലിക്കും ഒക്കെ നല്ലൊരു മുളക് ചമ്മന്തി ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ
തണുത്തതിന് ശേഷം നമുക്കിത് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് അരച്ചെടുക്കാം. വെള്ളം ഒട്ടും ഒഴിക്കരുത്. ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. അല്പം വെളിച്ചെണ്ണ, ഒരു 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടെ അതിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പം അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മുളക് ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. നാടൻ കൊഴുക്കട്ടയും നല്ല മുളക് ചമ്മന്തി നമുക്കിത് സെർവ് ചെയ്യാം. അപ്പം വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. പിന്നെ എല്ലാവർക്കും ഒരു ഹാപ്പി വിഷു ആശംസകൾ. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.